ഞാനൊരു കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്തിൽ എൻ്റെ വീട്ടിൽ ഒരു തൊട്ടിൽ എന്നെ കിടത്തിക്കൊണ്ട് പപ്പ ജോലിക്ക് പോവുകയും മമ്മി ഏതോ ഒരു അത്യാവശ്യമായ ദൂര സ്ഥലത്ത് പോവുകയും ഉറങ്ങി തന്നെ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൂരമായി പോയിട്ട് വരുന്നതിന് മുമ്പായിട്ട് തിടീരുന്ന മഴയിനാലുള്ളതായ വെള്ളപ്പൊക്കത്താൽ എൻ്റെ വീട് വെള്ളം നിറഞ്ഞു. എൻ്റെ വീട് ഒരു ആറ്റിൻ്റെ തൊട്ടടുത്ത ഭാഗത്തിലായിരുന്നുകൊണ്ട് വീട് നിറയെ വെള്ളം നിറഞ്ഞതിനാൽ അതിൻ്റെ അപാകത്താൽ ചുവരിടിഞ്ഞ് വീഴത്തക്ക വിധാനത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് ഓടി വന്ന് അപ്പോൾ എൻ്റെ ഞങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞതാണ്, അകത്തെന്നെ കയറി വീട്ടിൽ ചെന്ന് എന്നെ എടുക്കാൻ പോയാൽ കുഞ്ഞും മരിക്കാം, എടുക്കാൻ പോകുന്നവർ മരിച്ചേക്കാം എന്നുള്ളതായ ഒരു ചിന്താഗതിയായിരുന്നു. എങ്കിലും മരിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകത്ത് ചെന്ന് എന്നെ തൊട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് വരികയും വീടിൻ്റെ ചുവരിടിഞ്ഞ് വീഴുകയും ചെയ്തതായിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർപ്പിക്കുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ സംഭവിച്ച് ഞാൻ ജനിച്ചത് 71 ഞാൻ ജനിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ ജീവിതയാത്രയിൽ 19 വയസ്സുകാലം ഞാൻ വിവിധമായ ദൈവങ്ങളെ ആരാധിപ്പാൻ, അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് അനേക ദൈവങ്ങളെ ആരാധിക്കാനുള്ള ഒരു ആഗ്രഹപ്രകാരം ഞാൻ കത്തോലിക്ക രീതിയിലും ഹൈന്ദവ രീതിയിലും ചില ആരാധനകൾക്ക് ഞാൻ കടന്നു പോകുവാനിടയിട്ട് കന്യാകുമാരി മാവട്ടത്തിലെ വിവിധമായ മുഖ്യമായ പ്രധാനമായ ഹൈന്ദവ അമ്പലങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ കടന്നു പോവുകയും ചെയ്യുവാനിടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരു അമ്പലത്തിൽ ഉത്സവ സമയത്തിൽ പൂപ്പട വാരി വീശുന്ന ഒരു പരിപാടിയാണ്. അതിന് ചിലർ വ്രതം എടുക്കേണ്ടതായിരുന്നു.